അർജുൻ വ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മൊബൈൽ സംബന്ധമായിട്ടുള്ള വീഡിയോസുകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യും. നമുക്കത് ആവശ്യമില്ലാത്ത സമയത്ത് നമുക്ക് വേണ്ടെന്ന് തോന്നുമ്പോൾ അത് അൺഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും അതിൻ്റേതായ രീതിയിൽ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ അൺഇൻസ്റ്റാൾ ചെയ്യുക. മിക്കവാറും നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യുന്നത് നമ്മൾ ഏത് ആപ്ലിക്കേഷനാണ് വേണ്ടാത്തത് അത് നമ്മൾ ലോങ് പ്രസ് ചെയ്ത ശേഷം നമ്മൾ അൺഇൻസ്റ്റാൾ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോയിട്ട് വേണം നമ്മൾ നേരെ അതിലേക്ക് പോയിട്ട് അൺഇൻസ്റ്റാൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്താലും അതിലുള്ള അകത്തുള്ള ഡേറ്റാസുകൾ നമ്മൾ ആ ആപ്ലിക്കേഷൻ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റാസുകളെല്ലാം നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജിൽ കാണും. അത് നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജിനേക്ക് അത് ഒരുപാട് ബാധിക്കുകയും ചെയ്യും. അപ്പോൾ പ്രോപ്പറായിട്ട് എങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്യാം, ഒരു ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഏത് ആപ്ലിക്കേഷനാണോ അൺഇൻസ്റ്റാൾ ചെയ്യുന്നത് ആ ആപ്ലിക്കേഷൻ ഇൻഫർമേഷൻസിലേക്ക് ആദ്യം പോകാം. അതിനായിട്ട് ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങളത് താഴോട്ട് നിങ്ങളുടെ ഫോണിൻ്റെ സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോകുമ്പോഴത്തേക്കും അവിടെ ആപ്ലിക്കേഷൻസ് എന്നോ അല്ലെങ്കിൽ മാനേജ് ആപ്സ് എന്നോ പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷനാണ് അൺഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ അവിടെ കാണാൻ സാധിക്കും. ഇല്ലെങ്കിൽ ഫൈൻഡ് ആപ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ആപ്ലിക്കേഷൻ്റെ നെയിം സെർച്ച് ചെയ്താലും കാണാൻ സാധിക്കും. ഉദാഹരണമായി എനിക്കിപ്പോൾ ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ് അൺഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ നേരിട്ട് അൺഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷനിൽ പോവാതെ ഇവിടെ നിങ്ങൾക്ക് സ്റ്റോറേജ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോവുക. അവിടെ പോയതിനു ശേഷം ഇവിടെ ക്ലിയർ ഡേറ്റ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആപ്ലിക്കേഷൻ സൈസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു 67.14 MB മാത്രമേ നമ്മുടെ ഫോണിൽ നിന്നും പോവുകയുള്ളൂ. എന്നാൽ യൂസർ ഡേറ്റാസ് 232 MB നമ്മുടെ ഫോണിൽ തന്നെ കാണും. നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത ഈ ഒരു MB നമ്മുടെ ഫോണിൽ തന്നെ കാണും. എന്നാൽ നമുക്ക് പൂർണ്ണമായിട്ട് ആപ്ലിക്കേഷൻ എല്ലാ ഡേറ്റാസുകളും ഉൾപ്പെടെ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ വന്നതിന് ശേഷം ക്ലിയർ ഡേറ്റ എന്ന് പറയുന്ന ഈ ഒരു താഴെ ക്ലിയർ ഡേറ്റ എന്ന് പറയുന്ന ഓപ്ഷനിൽ പോകാം. ഇവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ പോയി ക്ലിയർ ഓൾ ഡേറ്റ, ക്ലിയർ ക്യാഷ് എന്ന് പറയുന്ന രണ്ട് ഓപ്ഷനും നിങ്ങൾ ഓക്കെ കൊടുത്ത് ക്ലിയർ ചെയ്യുക, പൂർണ്ണമായിട്ട് ക്ലിയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് യൂസർ ഡേറ്റ 0 ആയി, കേഷ് ഫയലുകളെല്ലാം തന്നെ 0 ആയി. ഇനി ആപ്ലിക്കേഷൻ സൈസ് ആപ്ലിക്കേഷൻ്റെ സൈസ് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് ജസ്റ്റ് ബാക്കിൽ പോയതിനു ശേഷം അൺഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് അൺഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും ആ ഒരു 67 MB കൂടി നമ്മുടെ ഫോണിൽ നിന്നും ക്ലിയർ ആയിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ പൂർണ്ണമായിട്ടും നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. ഏതൊരു ആപ്ലിക്കേഷനും അൺഇൻസ്റ്റാൾ ചെയ്യുന്നത് ഈ ഒരു പ്രൊസീജിയർ വഴിയാണ് നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഇല്ലാന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ്റെ സൈസ് മാത്രമേ അത് നമ്മുടെ ഫോണിൽ നിന്ന് പോയുള്ളൂ. അല്ലാതെ അതിനകത്തുള്ള ഡേറ്റാസുകളും മറ്റു കാര്യങ്ങളുമെല്ലാം നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജിൽ കൂടി കാണും. അത് നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജിനേക്ക് ഒരുപാട് ബാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ.